മുഖ്യമന്ത്രി തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂരിലേക്ക് പോയത് അദ്ദേഹത്തിന്റെ സ്റ്റാഫ് അംഗങ്ങൾക്കൊക്കെ തുടരും, തിരിച്ചുവരും, സത്യപ്രതിജ്ഞ ഉടൻ ഉണ്ടാകും, മൂന്നാം സർക്കാരിന് റെഡിയായിക്കോളൂ എന്ന് പറഞ്ഞുകൊണ്ടാണ്. മുഖ്യമന്ത്രിക്ക് അത്രയും ആത്മവിശ്വാസമുണ്ട്. കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എത്ര? കോൺഗ്രസ് വലിയ ആത്മവിശ്വാസത്തിലാണ്. വന്ന സർവേ ഫലങ്ങളിലെല്ലാം വലിയ പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു കോൺഗ്രസ് നേതൃത്വം. ഈ വന്ന സർവേയിൽ പറഞ്ഞതിനും അപ്പുറത്തേക്ക് ഒരു 80-ന് മുകളിൽ സീറ്റുകളിൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ്. ഏറ്റവും കുറഞ്ഞ കണക്കിൽ 80-ൽ വിജയിക്കാൻ കഴിയും എന്നുള്ളതാണ് കോൺഗ്രസ് വെച്ച് പുലർത്തുന്ന ഒരു പ്രതീക്ഷ. ഞാനിപ്പോൾ നിൽക്കുന്ന KPCC ഓഫീസിൻ്റെ മുന്നിലുള്ള ബോർഡൊക്കെ ഒന്ന് പരിഷ്കരിച്ചിട്ടുണ്ട്. പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ബോർഡ് കെ മുരളീധരൻ കഴിഞ്ഞിട്ടുള്ള സമയത്ത് വെച്ചിരുന്ന KPCC അധ്യക്ഷനായിരിക്കുക, അത് കഴിഞ്ഞതിന് ശേഷം വെച്ച ബോർഡായിരുന്നു. അതൊക്കെ മാറ്റി ഇപ്പോൾ പുതിയൊരു ബോർഡ് വെച്ചിട്ടുണ്ട്. ഈ ബോർഡ് മാറ്റാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഈ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസ് നമ്മൾ ഈ കേരളം ആക്കിയല്ലോ, കേരള മാറ്റി. അപ്പോൾ അങ്ങനെ മാറ്റി കേരളമാക്കി പുതിയ ബോർഡ് വെച്ചിട്ടുണ്ട്. മുന്നിലും പുതിയ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. ഓഫീസിന് അത് മാത്രമാണ് മാറ്റമുള്ളത്. ഓഫീസിൽ ഇപ്പോൾ അധികം ആളുകളും ഇല്ല, സാധാരണ വരുന്ന ആളുകളൊക്കെ തന്നെ ഉള്ളൂ. പക്ഷേ അധികാരത്തിലേക്ക് എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ KPCC ഓഫീസ് അങ്ങ് സജീവമാകും. പിന്നീട് നമ്മളിവിടെ ആളും ആരവും ഒക്കെ കാണേണ്ടി വരും. കഴിഞ്ഞ കുറെ കാലങ്ങളായി മറ്റന്നാൾ രാവിലെ KPCC ഓഫീസിൽ ഇരുന്ന് TV കാണാൻ, റിസൾട്ട് അറിയാൻ ആരൊക്കെ ഉണ്ടാവും? AK ആന്റണി പ്രവർത്തകർക്കൊപ്പമായിരിക്കുമോ? KPCC ഓഫീസിൽ വന്നായിരിക്കുമോ റിസൾട്ട് അറിയുക? മറ്റന്നാൾ KPCC ഓഫീസിൽ ആരൊക്കെ ഉണ്ടാവും? ലഡു, ജിലേബി തുടങ്ങിയ മധുര പലഹാരങ്ങൾക്ക് ഉള്ള ഓർഡർ കൊടുത്തിട്ടുണ്ടോ? പടക്കം വാങ്ങി വെച്ചിട്ടുണ്ടോ? ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞോ? അതായത് അങ്ങനെ ഈ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പുകൾ തുടങ്ങിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് കോവളമാണ്. അവിടെ പായസം വെക്കാനുള്ള ചെമ്പൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ വാമനപുരത്തും അത്തരത്തിൽ ചെമ്പൊക്കെ ഓർഡർ ചെയ്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റ് ഓർഡറുകൾ പോയതായ അറിവില്ല. എന്തായാലും തിരുവനന്തപുരത്ത് KPCC ആസ്ഥാനത്ത് ആകുമോ അതോ പ്രതിപക്ഷ നേതാവിൻ്റെ വീട്ടിലാകുമോ VD സതീശൻ ഉള്ളത് എന്നറിയില്ല. തിരുവനന്തപുരത്ത് എന്തായാലും റിസൾട്ട് വരുന്ന ദിവസം പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഒരുപക്ഷെ ഈ പ്രവർത്തകർക്കൊപ്പം ഇവിടേക്ക് എത്തി ഫലപ്രഖ്യാപനം കാണാനുള്ള ഒരു സാധ്യതയുണ്ട്. അതോടൊപ്പം തന്നെ MMS എന്തായാലും സ്ഥിരമായി KPCC ആസ്ഥാനത്ത് തന്നെയാണ് വോട്ടെണ്ണൽ കാണുന്നത്. AK ആന്റണിയും ഒരുപക്ഷെ ഇവിടേക്ക് എത്തിയേക്കാം. KPCC അധ്യക്ഷൻ തിരുവനന്തപുരത്തിന് വരുന്ന കാര്യത്തിൽ ഇതുവരെയും ഒരു തീരുമാനം ഉണ്ടായിട്ടില്ല. രമേശ് ചെന്നിത്തല ഹരിപ്പാടില്ല. രമേശ് ചെന്നിത്തലയും ഈ വോട്ടെണ്ണുന്ന ദിവസം തിരുവനന്തപുരത്ത് തന്നെയാണുള്ളത്. അങ്ങനെ രമേശ് ചെന്നിത്തലയും VD സതീശനും തിരുവനന്തപുരത്ത് തന്നെ ഉണ്ട് എന്നുള്ളത് തന്നെയാണ് വോട്ടെണ്ണലിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് ജില്ലയുടെ ഒരു കാര്യം കൂടി ഒന്ന് പറഞ്ഞു പോയാൽ, തിരുവനന്തപുരം ജില്ല എന്ന് പറയുന്നത് സംസ്ഥാനം ആര് ഭരിക്കണമെന്ന കാര്യത്തിൽ നിർണായകമായ സ്വാധീനം ചെലുത്താൻ പോകുന്ന ഒരു ജില്ലയാണ്. തിരുവനന്തപുരത്തിൻ്റെ കാര്യം പറയുമ്പോൾ മറ്റ് ജില്ലകളിലേതുപോലെയല്ല. ഏറ്റവും കൂടുതൽ ത്രികോണ പോരാട്ടം നടക്കുന്ന ഏറ്റവും അധികം മണ്ഡലങ്ങളുള്ള മണ്ഡലമാണ് ജില്ലയാണ് തിരുവനന്തപുരം എന്ന് പറയുന്നത്. നേമത്ത്, കഴക്കൂട്ടത്ത്, അതോടൊപ്പം തന്നെ വട്ടിയൂർക്കാവിൽ ത്രികോണ പോരാട്ടം അതിശക്തമായി നടക്കുന്നു. ആറ്റിങ്ങൽ പോലെയുള്ള മണ്ഡലങ്ങളിലൊക്കെ അപ്രതീക്ഷിതമായി എന്തെങ്കിലും സംഭവിക്കുമോ എന്നൊരു പ്രതീക്ഷ, അല്ലെങ്കിൽ എന്തായാലും വാമനപുരത്ത് പായസം വെക്കാൻ ചെമ്പിന് ഓർഡർ ചെയ്തു എന്നൊക്കെയുള്ളത് കൗതുകകരമാണ്. കാരണം ഇവിടെ തിരുവനന്തപുരത്ത് CPM ഉറപ്പിക്കുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് വാമനപുരം. വാമനപുരം പോലും UDF പിടിച്ചെടുക്കുന്നത് ഒരു ട്രെൻഡിന്റെ, അല്ലെങ്കിൽ അങ്ങനെ സംഭവിച്ചാൽ ഒരു വലിയ വിജയമായിരിക്കും. അങ്ങനെ സംഭവിക്കുമോ ഇല്ലയോ എന്നൊക്കെയുള്ളത് നമ്മൾ കാത്തിരുന്ന് കാണേണ്ട